ഹായ് ഹലോ എവ്രി വൺ, ഐ എം ശ്വേത. നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെറ്റ് ഇംഗ്ലീഷിൻ്റെ പേപ്പർ 2 റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിക്കറിയാം നിങ്ങളിൽ പലരും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇംഗ്ലീഷിൽ സെറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് എങ്ങനെയാണ് സെറ്റിൻ്റെ സിലബസ് വരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മളത് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും അതിന് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ടുഡേ ലെറ്റ്സ് ഫോക്കസ് ഓൺ സിലബസ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു സിലബസിൻ്റെ സെറ്റ് ഇംഗ്ലീഷിൻ്റെ പേപ്പർ 2ൻ്റെ സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് 6 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് സെറ്റിനുള്ളത്. അതായത് സിലബസ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഓഷൻ പോലെയാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പറഞ്ഞതുപോലെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിൽ ഏതാണ്ട് 120ഓളം മൊഡ്യൂൾസാണ് സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ യൂണിറ്റ് 1 റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏർലി പീരീഡ് തുടങ്ങിയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏർലി ടോപ്പിക്സ്. ഓക്കെ, സോ ഇതിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമുക്കിവിടെ കവർ ചെയ്യാനായിട്ടുള്ളത്. അതായത് ചോസേഴ്സ് ഏജ് മുതൽ 14th സെഞ്ച്വറി മുതൽ ട്രാൻസിഷൻ പോയട്രി വരെയുള്ള ഭാഗങ്ങളാണ് യൂണിറ്റ് 1ൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ചോസേഴ്സ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് ജനറൽ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ് അല്ലേ. അപ്പോൾ ചോസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാൻറ്റർബറി ടെയിൽസ് ആണ് നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത് അല്ലേ. അപ്പം പ്രൊലോഗ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ കാക്സ്റ്റൺ, മാലറി, ദെൻ തോമസ് മോറിൻ്റെ യുട്ടോപ്പിയ, സോങ്സ് ആൻഡ് ബാലറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു 14th സെഞ്ച്വറി ലിറ്ററേച്ചർ തൊട്ട് തുടങ്ങുന്ന ഭാഗങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 and 2 നമുക്കതാണ് കാണാനായിട്ട് പറ്റുന്നത്. മൊഡ്യൂൾ 3 to 4 പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഒരു 15th സെഞ്ച്വറി തൊട്ടുള്ള, അതായത് ലേറ്റ് റൈസൻസ് പീരീഡിലുള്ള ആ ഒരു റൈറ്റിങ്സും അതുപോലെ ഇംഗ്ലീഷ് പ്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും ആണ് മൊഡ്യൂൾ 3 and 4 വരുന്നത്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാട്ട് അല്ലേ, സെറേ, അതുപോലെ ഇംഗ്ലീഷ് സോണറ്റ്സ്, ഓക്കെ, അതുപോലെ സ്പെൻസറുടെ അല്ലേ പ്രഥലാമിയൻ പോലെയുള്ള വർക്ക്സും, അതുപോലെ സിഡ്നിയുടെ സെലിബ്രേറ്റഡ് വർക്ക് ആയിട്ടുള്ള പോളജി ഫോർ പോയട്രി, ഓക്കെ, അതുപോലെ എസ്സേസിൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള ബേക്കൻ്റെ എസ്സേസ്, അതുപോലെ ഹോബ്സ്, യൂണിവേഴ്സിറ്റി വിറ്റ്സ് പോലെയുള്ള ടോപ്പിക്സ് ആണ് നമുക്കവിടെ കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരെ മൊഡ്യൂൾ 5 to 7 പോകുന്നു. അവിടെ ഡ്രാമയും അതുപോലെ എലിസബത്തൻ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ഇൻ്റർലൂഡ്സ് പോലെയുള്ള വർക്ക്സ് പഠിക്കാനായിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കിഡ്, ഓക്കെ, അതുപോലെ ക്രിസ്റ്റഫർ മർലോ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ, ഡോക്ടർ ഫോസ്റ്റസ് പോലെയുള്ള വർക്ക്സും, അതുപോലെ വെബ്സ്റ്റർ, ബെൻ ജോൺസൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രമാറ്റിസ്റ്റുകളുടെ വർക്ക്സും ഒക്കെ നമുക്ക് അവിടെ കവർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സ്റ്റേജ്, ഓഡിയൻസ്, പാട്രണേജ്, സെലിലക്കി, അസൈഡ്, മാസ്ക് പോലെയുള്ള ഡിഫറെൻ്റ് ഐറ്റംസും നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ദെൻ കംസ് മൊഡ്യൂൾ 8 to 9. 8 to 9 ഷേക്സ്പിയറിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കോമഡീസും ട്രാജഡീസും ഹിസ്റ്ററീസും പ്രോബ്ലം പ്ലേസും, ഓക്കെ, ഷേക്സ്പിയറിൻ്റെ ആ ഒരു കോട്ട അല്ലേ, അതാണ് നമുക്കവിടെ പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോളിയോ, ക്വാട്രോ, സോണറ്റ്സ്, ലാംഗ്വേജ് റിലേറ്റഡ് ടു ഷേക്സ്പിയർ, ഓക്കെ, അതും നമുക്കവിടെ കവർ ചെയ്യാനായിട്ടുണ്ട്. ഈ പറയുന്ന 120 മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യാപ്തി അല്ലേ, ആ സിലബസിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒബ്വിയസ്ലി ഇതെല്ലാം മുഴുവനും നമുക്ക് കവർ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. അത് നമുക്ക് നോക്കാം, പറയാം. ഓക്കെ, വഴിയേ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂൾസ് കൂടി ഒന്ന് നോക്കാം. 10 to 12 മൊഡ്യൂൾസിൽ വരുന്നത് മെറ്റാഫിസിക്കൽ പോയട്രി, അതുപോലെ മിൽട്ടൻ്റെ വർക്ക്സ് ആണ് വരുന്നത്. മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഡൺ അല്ലേ, കാനണൈസേഷൻ അല്ലേ, അതുപോലെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ടുള്ള ഹെർബർട്ട്, ഓഗൻ അല്ലെ, മാവൽ, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്, അതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ മിൽട്ടനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന പാരഡൈസ് ലോസ്റ്റ് അല്ലേ, അവിടെ ബുക്ക് 1 ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ ലിസിഡാസ്, ദെൻ സോണറ്റ്സ്, പ്രോസ്, പാംഫ്ലെറ്റ്സ് ഒക്കെയാണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ,
അതുപോലെ മൊഡ്യൂൾ 13-20 പോകുന്നു. അവിടെ റിജിസ്ട്രേഷൻ ടു ട്രാൻസിഷൻ പീരീഡിൽ വരുന്ന വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അവിടെ കോമഡി ഓഫ് മാനേഴ്സ്, ഓക്കെ, അതുപോലെ പീരിയോഡിക്കൽ എസ്സേ, അതുപോലെ ഡ്രൈഡൻ ആൻഡ് പോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ഹീറോയിക് പോംസ്, അതുപോലെ നോവലിൻ്റെ റൈസ്, ഓക്കെ, നോവൽസ് ഡിഫോയുടെ, റിച്ചാർഡ്സൻ്റെ, ഫീൽഡിങ്ങിൻ്റെ ഒക്കെ നോവൽസ് ഒക്കെയാണ് നമുക്കവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾസിലോട്ട് പോകുന്നു. അപ്പോൾ അത്രയും മൊഡ്യൂൾസാണ് നമുക്ക് 20 വരെയുള്ള മൊഡ്യൂൾസാണ് ലൈക്ക് ആ ഒരു യൂണിറ്റ് 1 വരുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു യൂണിറ്റ് 2. നമ്മൾ പറഞ്ഞു 6 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന എന്താണെന്ന് നോക്കിക്കേ, ഏർലി റൊമാൻറ്റിക്സ് ടു വിക്ടോറിയൻ നോവൽ. ഓക്കെ, ഏർലി റൊമാൻറ്റിക്സ് റിലേറ്റഡ് വർക്ക്സ് മുതൽ വിക്ടോറിയൻ നോവൽസ് വരെ വരുന്ന ഭാഗമാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ ഈ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ 4 മൊഡ്യൂൾസിൽ വരുന്നത് റൊമാൻറ്റിക് പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും അതുപോലെ വർക്ക്സും ആണ്. ലൈക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഓക്കെ, റിട്ടേൺ ടു നേച്ചർ, സബ്ജക്റ്റിവിറ്റി പോലെയുള്ള പെർസി ബിഷല്ലി അല്ലേ ആളുടെ വർക്ക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിസിസത്തിൻ്റെ മാനിഫെസ്റ്റോ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നൗ കംസ് മൊഡ്യൂൾ 5-8. അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് പ്രോസ് ആൻഡ് നോവലാണ്. ഓക്കെ, അപ്പോൾ ഈ റൊമാൻറ്റിക് പീരീഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസും നോവലും, ഓക്കെ, അതുമായിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിക്ക് വരുന്ന ഗോത്തിക് നോവൽ, ഹിസ്റ്റോറിക്കൽ നോവൽ, അതുപോലെ ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിങ്സ്, ഓക്കെ, JS മില്ലിൻ്റെ ഒക്കെ ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിങ്സ് ഒക്കെ വരുന്ന ഭാഗം മൊഡ്യൂൾ 5-8 ആണ്. ദെൻ മൊഡ്യൂൾ 9-14 വിക്ടോറിയൻ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് വരുന്നു. ഓക്കെ, വിക്ടോറിയൻ ഏജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന അല്ലേ ടെന്നിസൺ, ബ്രൗണിങ്, അർണോൾഡ് പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ആണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ദെൻ കംസ് മൊഡ്യൂൾ 15-20 ലേറ്റ് വിക്ടോറിയൻ റൈറ്റേഴ്സിൻ്റെ റൈറ്റിങ്സ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അവിടെ മെയിനായിട്ട് വരുന്നത് ഹാഡി അല്ലെ, തോമസ് ഹാഡിയുടെ വെസെക്സ് നോവൽസ് വരുന്നുണ്ട്. അതുപോലെ ബ്രോൺ സിസ്റ്റേഴ്സ്, ജോർജ് എലിയറ്റ്, താക്കറെ, മെറിഡിത്ത് പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് നമുക്ക് അവിടെ നോക്കാനായിട്ടുണ്ട്. വിക്ടോറിയൻ ഡ്രാമ, വെരി ഇമ്പോർട്ടൻറ്റ്, വിക്ടോറിയൻ ഡ്രാമ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഹോപ്കിൻസ്, സ്പ്രങ് റിതം, വിൻഡോവർ, ഓക്കെ, സ്പ്രങ് റിതവും വിൻഡോവറൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹോപ്കിൻസിനെയാണ് ഓർമ്മ വരിക അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ലേറ്റ് വിക്ടോറിയൻ റൈറ്റേഴ്സിൻ്റെ റൈറ്റിങ്സ് ആണ് മൊഡ്യൂൾ 15-20 വരെ നമുക്ക് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് നേരെ യൂണിറ്റ് 3 പോവാം. ഓക്കെ, യൂണിറ്റ് 3 നമുക്ക് വരുന്നത് 20th സെഞ്ച്വറി ആൻഡ് കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് മോഡേണിസം മുതൽ ഇമിഗ്രൻ്റ് റൈറ്റിംഗ് വരെയുള്ള ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. അവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ 5 മൊഡ്യൂൾസിൽ കവർ ചെയ്യുന്നത് വാർ ആൻഡ് മോഡേണിസ്റ്റ് പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം വാർ പോയറ്റ്സിനെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. റൂപ്പർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് അവൻ, അതുപോലെ സസൂൺ പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ പൈലന്റ് പോയറ്റ്സ് എന്നറിയപ്പെടുന്ന അല്ലെ മെക്നീസ്, പെൻഡ, സിസിൽ ഡേ ലൂയിസ്, W.H. ഓഡൻ പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് നമുക്കറിയണം. ഓക്കെ, പൈലന്റ് പോയിറ്റ്സ് ഒക്കെ നമുക്ക് സെറ്റിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൻസർ ആണ്. ദെൻ ഓൺഗാർഡ്, ലൈക്ക് മോഡേണിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സർറിയലിസം പോലെയുള്ള മൂവ്മെൻറ്റ്സ്, യേറ്റ്സിനെ കുറിച്ച്, ദിലാൻ തോമസിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കവർ ചെയ്യാനായിട്ടുണ്ട്. ദെൻ ഹൈ മോഡേണിസ്റ്റുകളെ കുറിച്ച്, T.S. എലിയറ്റിനെ പോലെയുള്ള, എസറ പൗണ്ടിനെ പോലെയുള്ള ഹൈ മോഡേണിസ്റ്റുകളെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ഈ ഒരു മൊഡ്യൂൾ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. നൗ കംസ് മൊഡ്യൂൾ 6-8 പോസ്റ്റ് വാർ പോയട്രി ആണ് നമുക്കവിടെ വരുന്നത്. സോ പോസ്റ്റ് വാർ പോയട്രിയിൽ വരുന്ന വേഴ്സ് ഡ്രാമ വരുന്നുണ്ട്. അതുപോലെ മൂവ്മെൻറ്റ് പോയട്രി അല്ലെ, ഫിലിപ്പ് ലാർക്കിനെ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ് പോയട്രി വരുന്നുണ്ട് അല്ലേ. ഓൺ ദ മൂവ്, തോം ഗൺ ഒക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ. അതുപോലെ ടെഡ്യൂസ്, സീമസീനി, ആൻഡ്രിമോഷനെ കുറിച്ചൊക്കെ നമുക്കവിടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ദെൻ കംസ് 9-14. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് മോഡേണിസ്റ്റ് അതുപോലെ പോസ്റ്റ് വാർ നോവൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോയട്രി കവർ ചെയ്തു അല്ലേ. ഈ മൊഡ്യൂൾസിൽ ഫ്രം 1 to 8 വരെയുള്ള മൊഡ്യൂൾസിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ്, പോയട്രി ആണ്. പിന്നെ 9 to 14 വരുന്നത് മോഡേണിസ്റ്റ് അതുപോലെ പോസ്റ്റ് വാർ നോവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ G.K. ചെസ്റ്റർട്ടൺ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ, മാക്സ് ബീർബോം പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ പ്രോസും അതുപോലെ വിർജീനിയ വുൾഫ് പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ മോഡേൺ ഫിക്ഷൻ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും എസ്സേസും കവർ ചെയ്യുന്നത്. അതേപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അവരുടെ റൈറ്റിങ്സ്, അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മൊഡ്യൂൾ 9 to 14 കവർ ചെയ്യുന്നു. നൗ കംസ് മൊഡ്യൂൾ 15 to 20.
ഇവിടെ ഡ്രാമയും അതുപോലെ തന്നെ ഡ്രാമയിലുള്ള ലിറ്ററേച്ചറിലുള്ള റീസെൻറ്റ് ട്രെൻഡ്സും ആണ് നമ്മളവിടെ കവർ ചെയ്യുന്നത്. അവിടെയാണ് ന്യൂ ഡ്രാമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. അവിടെ ഹെൻറി കിബ്സനെ കുറിച്ച് നമ്മൾ ഓർക്കും അല്ലേ, ജോർജ് ബെർണാഡ് ഷോയിനെ കുറിച്ച് നമ്മൾ ഓർക്കും. ദെൻ ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെൻറ്റ്, പോസ്റ്റ് വാർ ഡ്രാമ, റീസെൻറ്റ് ബ്രിട്ടീഷ് റൈറ്റിംഗ്, ഇമിഗ്രൻ്റ് റൈറ്റിംഗ് പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് അടങ്ങുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾസ് ആണ് മൊഡ്യൂൾ 15 to 20. ഓക്കെ റൈറ്റ്. അപ്പോൾ അടുത്തത് നോക്കാം. ഇനി നമ്മൾ നേരെ പോകുന്നു മൊഡ്യൂൾ 4ലേക്ക്. മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേൾഡ് ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക് എന്തൊക്കെ വരുന്നു എന്നുള്ളത്. ഇവിടുത്തെ ആദ്യത്തെ 3 മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ പോയട്രിയെ കുറിച്ചാണ്. സെറ്റ് ഇംഗ്ലീഷ് പാർട്ട് 2നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളിലൊന്നാണ് അമേരിക്കൻ പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പിൽഗ്രിം ഫാദേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ദെൻ വിറ്റ്മാൻ, ഡിക്സൺ, എഡ്ഗർ അലൻ പോ പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. റോബർട്ട് ഫ്രോസ്റ്റ്, എസ്രാ പൗണ്ട്, ഇ കമ്മിങ്സ്, വാലസ് സ്റ്റീവൻസ്, ആൻ സെക്സ്റ്റൺ പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മൊഡ്യൂൾ 4 to 6. അവിടെ വരുന്നത് അമേരിക്കൻ ഫിക്ഷൻ ആൻഡ് ഡ്രാമയാണ്. ഓക്കെ, അവിടെ നമ്മൾ 19th century നോവൽസിനെ കുറിച്ച് പഠിക്കും. മാർക്ക് ട്വെയിനെ കുറിച്ചും മെൽവിലിനെ കുറിച്ചും ഹെൻറി ജെയിംസിനെ കുറിച്ചും നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, അതുപോലെ 20th century നോവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹെമിംഗ്വേ അല്ലേ, നമ്മുടെയൊക്കെ ഇഷ്ട നോവലായിട്ടുള്ള ഹെമിംഗ്വേയുടെ അല്ലേ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ മറക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽസ് നമ്മളവിടെ പഠിക്കും. ഹാർലം റൈസൻസിനെ കുറിച്ച് നമ്മളവിടെ പഠിക്കും. ടോണി മൊറിസനെ കുറിച്ച് നമ്മളവിടെ പഠിക്കും. ആർതർ മില്ലറെ കുറിച്ചും നമ്മളവിടെ പഠിക്കും. ഓക്കെ, പിന്നെ വരുന്നത് മൊഡ്യൂൾ 7 to 11 ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് മൊഡ്യൂൾ 7 to 11 എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് അണ്ടർ യൂണിറ്റ് 4. എന്താണത്? ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. സെറ്റ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലൊന്നാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏർലി പോയട്രി അല്ലേ, മധുസൂദനൻ ദത്ത് പോലെയുള്ള, ശ്രീ അരബിന്ദോ പോലെയുള്ള, ലൈക്ക് ടാഗോറിനെ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. ലൈക്ക് വൈസ് കണ്ടംപററി പോയട്രി അല്ലേ, നിസിം മിസിക്കിയലിൻ്റെ, കമലാദാസിൻ്റെ ഒക്കെ ലൈക്ക് ഫോംസ് വരുന്ന കണ്ടംപററി പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. രാജാ റാവുവിനെയും ആർ കെ നാരായണനെയും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ കണ്ടംപററി നോവലും ഇന്ത്യൻ ഡ്രാമയും ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഓക്കെ, now let's move on to module 12 to 20. ഇവിടെ ആഫ്രിക്കൻ, കരീബിയൻ ആൻഡ് കോമൺവെൽത്ത് ലിറ്ററേച്ചറാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്രിക്കൻ ലിറ്ററേച്ചറും ലൈക്ക് കരീബിയൻ ലിറ്ററേച്ചറും കനേഡിയൻ ലിറ്ററേച്ചറും ഒരുപോലെ നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അതുപോലെ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറും സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറും വരുന്ന ഭാഗം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് 4 വരുന്നത്. സോ യൂണിറ്റ് 4 is all about അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ്. ഓക്കെ, ഇനി വരുന്നത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 നമുക്ക് വരുന്നത് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററിയും സ്ട്രക്ചറും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സും ലാംഗ്വേജ് ഹിസ്റ്ററിയും അതുപോലെ ലാംഗ്വേജ് ടീച്ചിങ്ങും ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 to 5 ഏറ്റവും കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഈ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 5. പക്ഷേ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള വളരെയധികം മാർക്ക് ഫെച്ചിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. ഇപ്പോൾ കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 1 to 5 നമുക്ക് കാണാവുന്നത് സൗണ്ട്, സ്ട്രക്ചർ ആൻഡ് മീനിങ്. ഓക്കെ, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള, സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോണറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഇതിൽ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫൊണോളജി, മോർഫോളജി, സെമാൻറ്റിക്സ്, ഇൻഡോ യൂറോപ്യൻ ഫാമിലി പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഫൊണോളജി, മോർഫോളജി, സെമാൻറ്റിക്സ്, ഇൻഡോ യൂറോപ്യൻ ഫാമിലി പോലെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, നൗ മൊഡ്യൂൾ 6 to 10 ഇവിടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷ് എങ്ങനെ ഇവോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതിൻ്റെ പല ഭാഗങ്ങൾ അല്ലേ, പല ലെവൽസ് നമ്മൾ പഠിക്കും. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റിനൈസൻസ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഓവർസീസ്, പോസ്റ്റ് കൊളോണിയൽ ഇംഗ്ലീഷ് പോലെയുള്ള ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ,
ഇനി മൊഡ്യൂൾ 11-15 വരുന്നത് ലാംഗ്വേജ് ലേണിംഗ് തിയറീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പല അപ്രോച്ചസ് ഉണ്ട് അല്ലേ, ലാംഗ്വേജ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല അപ്രോച്ചസ് ഉണ്ട്. ബിഹേവിയറിസം ഉണ്ട്, കോഗ്നിറ്റീവിസം ഉണ്ട്, കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, ക്രിട്ടിക്കൽ പെഡഗോജി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ പലതരത്തിലുള്ള പല തിയറീസ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. അതായത് ലാംഗ്വേജസ് നോളജ്, സ്കിൽ, സ്ട്രക്ചർ, ബിഹേവിയർ. അപ്പോൾ ഇങ്ങനെയുള്ള പല ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് റിലേറ്റഡ് മെത്തേഡ്സ്, ഓക്കെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഈ മെത്തേഡ്സ് ഉണ്ടല്ലോ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, സൈലന്റ് വേ, ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, നൗ കംസ് മൊഡ്യൂൾ 16-20. ഇവിടെ ക്ലാസ് റൂം ആൻഡ് ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ലേണർ ഫാക്ടേഴ്സ്, ഓക്കെ, ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്, അതുപോലെ ടീച്ചിങ് മെറ്റീരിയൽസ്, ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, അതുപോലെ കീവേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ലൈക്ക് യൂണിറ്റിലോട്ട് പോവാം. ഇനി വരുന്നത് യൂണിറ്റ് 6 ആണ്, നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന ലൈക്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ 4 മൊഡ്യൂൾസിൽ വരുന്നത് ക്ലാസിക്കൽ ടു ന്യൂ ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അരിസ്റ്റോട്ടലിനെ കുറിച്ചും പോയറ്റിക്സും അല്ലേ, കഥാർസിസും ട്രാജഡിയും അങ്ങനെയുള്ള അരിസ്റ്റോട്ടലിൻ്റെ ലൈക്ക് ഐഡിയാസ്, അതുപോലെ ലോഞ്ചിനസിൻ്റെ ഐഡിയാസ്, റൊമാൻറ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അർണോൾഡിനെ കുറിച്ചുള്ള അല്ലേ, ആ ഒരു ആസ് എ ലൈക്ക് മാത്യു അർണോൾഡ് ആസ് എ ക്രിട്ടിക്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഏലിയറ്റിൻ്റെ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന എസ്സേ, ഓക്കെ, അതുപോലെ എംസൻ്റെ ആംബിഗ്വിറ്റി, ക്ലിയാന്ത് ബ്രൂക്സ്, അതുപോലെ ഐ എ റിച്ചാർഡ്സ് പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ ക്രിട്ടീക്സിൻ്റെ തോട്ട്സ്, ഐഡിയാസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ മൊഡ്യൂൾ 5-8 എന്താണ് വരുന്നത്? സ്ട്രക്ചറലിസം ആൻഡ് തിയറി ആണ്. ഓക്കെ, അപ്പോൾ ലിബറൽ ഹ്യൂമാനിസത്തിനെ കുറിച്ചും മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിനെ കുറിച്ചും സോഷ്യറിനെ കുറിച്ചും സൈക്കോ അനാലിസിസിനെ കുറിച്ചും ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചും ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ കംസ് ഫ്രം മൊഡ്യൂൾ 9-13 പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് ഐഡൻറ്റിറ്റി ആണ് ആ ഭാഗത്ത് വരുന്നത്. അവിടെ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനെ കുറിച്ച്, ഫെമിനിസത്തിനെ കുറിച്ച്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മൊഡ്യൂൾ 14-20. ഓക്കെ, അവിടെ കൾച്ചറൽ ആൻഡ് ഇന്ത്യൻ എസ്തറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കൾച്ചറൽ മെറ്റീരിയലിസത്തിനെ കുറിച്ചും ന്യൂ ഹിസ്റ്റോറിസിസത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കും. ദലിത് എസ്തറ്റിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. കൾച്ചറൽ സ്റ്റഡീസും ഗ്രീൻ സ്റ്റഡീസും ഇന്ത്യൻ എസ്തറ്റിക്സും ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ലൈക്ക് 6ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. സോ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, 120 മൊഡ്യൂൾസ്, ഇതാണ് ഈ ഒരു സിലബസിൽ അടങ്ങിയിട്ടുള്ളത്. യൂണിറ്റ് 1 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, യൂണിറ്റ് 2 റൊമാൻറ്റിസിസം ആൻഡ് വിക്ടോറിയൻ, യൂണിറ്റ് 3 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, യൂണിറ്റ് 4 അമേരിക്കൻ ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ, യൂണിറ്റ് 5 ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ELT, ആൻഡ് യൂണിറ്റ് 6 ലിറ്റററി തിയറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെറ്റിന് സെറ്റാക്കാനായിട്ടുള്ള സിലബസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, അതായത് എത്ര മാത്രം വലിയ ഒരു സിലബസാണ് സെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 2 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അല്ലേ, നിങ്ങൾക്ക് തോന്നിയൊരു സംശയമായിരിക്കും, ഇതൊക്കെ ഞാൻ എങ്ങനെ കവർ ചെയ്യാനാ അല്ലേ, ഇത്രയും വലിയൊരു സിലബസ് അല്ലേ, എന്നെക്കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ ഈ സെറ്റ് എക്സാം സെറ്റാക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈവൻ ഒരു ബിഗിനറിന് പോലും വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് യു ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് വൈസ് സ്റ്റഡി പ്ലാനും ടൈം മാനേജ്മെൻറ്റും സ്മാർട്ട് റിവിഷൻ ടിപ്സും എക്സാം ഡേ റൂൾസുമാണ്. ഓക്കെ, അപ്പം ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നോ ദ സിലബസ് എന്നുള്ളതാണ്. സിലബസ് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം കൃത്യമായിട്ട്. അതാണ് നമ്മളിപ്പം ചെയ്തത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ടോപ്പിക്സ്.
ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരിക്കലും എല്ലാം പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. ഓക്കെ, സോ വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു പ്രയോറിറ്റൈസ് സർട്ടൻ ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Then we need to practice MCQs. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈക്ക് പ്രാക്ടീസ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ വി നീഡ് ടു ഡു സ്മാർട്ട് റിവിഷൻ. ഓക്കെ, വളരെ സ്മാർട്ടായിട്ടുള്ള രീതിക്ക് നമ്മൾ റിവൈസ് ചെയ്യുകയും വേണം. പഠിച്ചാൽ മാത്രം പോരാ, റിവിഷനും കൃത്യമായിട്ട് സ്മാർട്ടായിട്ടുള്ള റിവിഷൻ നമ്മൾ നടത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ യൂണിറ്റ് വൈസ് നമ്മൾ ഓരോ യൂണിറ്റിനെയും എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 യൂണിറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് ഷേക്സ്പിയർ. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഷേക്സ്പിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ഷേക്സ്പിയർ. ഓക്കെ, കോമഡീസും ട്രാജഡീസും ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, പിന്നീട് പ്രോബ്ലം പ്ലേസിലേക്കൊക്കെ പോവുക. ഓക്കെ, ദെൻ ലേൺ പീരീഡ് നെയിംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരീഡ് നെയിംസ്, ഏതൊക്കെ പീരീഡിലാണ് ഏതൊക്കെ റൈറ്റേഴ്സാണ് വരുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. സോ പീരീഡ് നെയിംസ് മനസ്സിലാക്കുക. കീ ഓതേഴ്സ്, ആരൊക്കെയാണ് ഓതേഴ്സ്, ഏത് പീരീഡിൽ ഏത് ഓതർ വരുന്നു അത് മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു ഓർഡറിൽ അല്ലേ, ചോസർ കഴിഞ്ഞ് മിൽട്ടൺ, അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നിയോ ക്ലാസിക്കൽ, പിന്നെയാണ് റൊമാൻറ്റിക്, പിന്നെയാണ് വിക്ടോറിയൻ അല്ലേ. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള പീരീഡ്, അതിൻ്റെ സീക്വൻസും അവിടെ വരുന്ന ഓതേഴ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ വെൻ ഇറ്റ് കംസ് ടു പോയട്രി, ഓക്കെ, പോയട്രിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയറ്റ് ആരാണ് എന്നുള്ളത് മെമ്മറൈസ് ചെയ്യണം, പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ ആ ഒരു മൂവ്മെൻറ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ കീറ്റ്സ് ആണെങ്കിൽ റൊമാൻറ്റിക് പോയിട്ടാണ്, ആളുടെ പോം ഏതാണ്, ഓ ടു എ നൈറ്റിംഗിൾ ആണ്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് 3 പോകാം. യൂണിറ്റ് 3 എന്ന് പറയുന്നത് 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി നീഡ് ടു ഫോക്കസ് ഓൺ മോഡേണിസ്റ്റ് ഫിക്ഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. മോഡേണിസ്റ്റ് ഫിക്ഷൻ നമ്മൾ ലൈക്ക് പഠിക്കണം. ഓക്കെ, മോഡേണിസ്റ്റ് ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ വിർജീനിയ വുൾഫ് വരുന്നുണ്ട് അല്ലേ, അതുപോലെ ജെയിംസ് ജോയ്സ് വരുന്നുണ്ട്, D.H. ലോറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡേണിസ്റ്റ് ഫിക്ഷൻ എന്നുള്ള ആ ഒരു ഷെല്ലിനകത്ത് ഇവരെ പ്ലേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് പഠിക്കുക എന്നുള്ളത് അർത്ഥം. ദെൻ ഇവിടെ ഏറ്റവും അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന റെക്കറൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു തിയേറ്റർ ഓഫ് ദ അബ്സർഡ്. ഓക്കെ, അപ്പോൾ തിയേറ്റർ ഓഫ് ദ അബ്സർഡ് റിലേറ്റഡ് ആയിട്ട്, ബെക്കറ്റ് റിലേറ്റഡ് ആയിട്ട്, പിൻറ്റർ റിലേറ്റഡ് ആയിട്ട്, സ്റ്റോപ്പേർഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ കംസ് വാർ പോയറ്റ്സ്. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വാർ പോയറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ യു നീഡ് ടു നോ, അവനെക്കുറിച്ച് അറിയണം. സസൂൺ, ബ്രൂക്ക് പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ടു യൂണിറ്റ് 4. യൂണിറ്റ് 4 നമ്മൾ എന്താ ചെയ്യേണ്ടത്, യൂണിറ്റ് 4 അമേരിക്കൻ ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ അമേരിക്കൻ ഡ്രാമ എന്ന് പറയുന്നത് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഡ്രാമ റിലേറ്റഡ് ടു യുജീൻ ഓനീൽ, അതുപോലെ ടെന്നിസ് വില്യംസ് അല്ലേ, ആർതർ മില്ലർ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ അമേരിക്കൻ ലൈക്ക് ഡ്രാമ നമ്മൾ കൃത്യമായിട്ട് ആ വർക്ക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അതുപോലെ ഇന്ത്യൻ റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് രാജാറാവോ, R.K. നാരായൺ, മുൽക്ക് രാജ് ആനന്ദ്, ഓക്കെ, ഈ 3 ബിഗ് 3 നോവലിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഇവരുടെ വർക്ക്സും ഇവരെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ ആഫ്രിക്കൻ, കരീബിയൻ ആൻഡ് കനേഡിയൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു ലൈക്ക് വർക്കും ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓതറും മിനിമം അതെങ്കിലും നമ്മൾ കൃത്യമായി നോക്കിപ്പോകണം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്ന യൂണിറ്റ് 5 നമുക്കറിയാം യൂണിറ്റ് 5 എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആൻഡ് ELT റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഫോണറ്റിക്സ് ടേംസ് ആണ്. ഓക്കെ, അസിമിലേഷൻ, എലിഷൻ, ഇൻറ്റൊണേഷൻ എന്നൊക്കെ പോലെയുള്ള പല ടേംസും ഫോണറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് ഓൾ ദോസ് ടേംസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ടേംസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് വിട്ടുകളയരുത്. കൃത്യമായിട്ട് ടേംസ് നമ്മൾ പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററി അല്ലേ, അതുപോലെ ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ, നോർമൻ ഫ്രഞ്ച് കോൺക്വസ്റ്റ് പോലെയുള്ള ലൈക്ക് നോർമൻ കോൺക്വസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കണം. ഓക്കെ, അതുപോലെ ലൈക്ക് ELT മെത്തേഡ്സ് ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, മെത്തേഡ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് പോലെയുള്ള മെത്തേഡ്സ്. ഓക്കെ, അതും കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ,
നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ലാസ്റ്റ് യൂണിറ്റ്. അതായത് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റററി തിയറി റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങളിപ്പം ചോദിക്കുകയാണ് ഈ ഒരു സെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയും അത് ലിറ്റററി തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് ആ ഒരു യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ സിംഗിൾ ഹയസ്റ്റ് സ്കോറിംഗ് യൂണിറ്റ്. ഓക്കെ, സോ യു നീഡ് ടു ഇൻവെസ്റ്റ് മാക്സിമം ടൈം ഹിയർ. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതും ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു യൂണിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഓരോ തിയറിയും പഠിക്കുക വിത്ത് തിയറിസ്റ്റ് ടീം, കീ ടേം, വൺ ലൈൻ ഡെഫിനിഷൻ. ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അതായത് ഒരു തിയറി എടുക്കുക, ആ തിയറിയുടെ തിയറിസ്റ്റ് ആരാണ് എന്നുള്ള ആ തിയറിസ്റ്റിൻ്റെ നെയിം പഠിക്കുക, ആ കീ ടേം പഠിക്കുക, അതുപോലെ വൺ ലൈൻ ഡെഫിനിഷൻ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ, ആ പെർട്ടിക്കുലർ തിയറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, അതുപോലെ ദരിദ്രയുടെ ഡീകൺസ്ട്രക്ഷൻ, അതുപോലെ സെയ്ദിൻ്റെ പോസ്റ്റ് കൊളോണിയലിസം, ഓക്കെ, അതുപോലെ ഷോൾട്ടറിൻ്റെ ഫെമിനിസം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് വൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഒരു 3 മാസത്തെ ബിഗിനർ സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് എങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ. സോ അതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ 3 മാസങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് മന്ത് വി നീഡ് ടു ബിൽഡ് ദ ഫൗണ്ടേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു റീഡ് ദ ഫുൾ സിലബസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നോക്കണം. യു നീഡ് ടു നോ എവറി മൊഡ്യൂൾ നെയിം. ഓക്കെ, ഓരോ മൊഡ്യൂളിൻ്റെയും പേരെന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയണം. ആ ഒരു അവസ്ഥയിലെങ്കിലും നിങ്ങൾ ആദ്യത്തെ മാസം ഉണ്ടാവണം. ഓക്കെ, ദെൻ യു നീഡ് ടു സ്റ്റഡി യൂണിറ്റ്സ് 1 and 2. നമ്മൾ പറഞ്ഞു യൂണിറ്റ് 1 and 2 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അല്ലേ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ആണ് ആദ്യത്തെ 2 യൂണിറ്റ്സ്. സോ അതാണ് നിങ്ങൾ ആ ഒരു മാസം പഠിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾ പഠിക്കും? യു നീഡ് ടു മേക്ക് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് എഴുതണം. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് നോട്ട്സിൽ എന്തൊക്കെ വേണം? ഓതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏത് വർക്കാണ്, ഏത് പീരീഡിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, ഏത് ജോണറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ നോട്ട് ചെയ്യണം. ദെൻ യു നീഡ് ടു സോൾവ് അറ്റ്ലീസ്റ്റ് 50 പ്രീവിയസ് MCQs ഡെയിലി ഫ്രം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ ഈ 2 യൂണിറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന മിനിമം 50 പ്രീവിയസ് MCQs എങ്കിലും നിങ്ങൾ ഡെയിലി സോൾവ് ചെയ്യണം. ഓക്കെ, ദെൻ യു നീഡ് ടു സ്റ്റഡി പേപ്പർ 1 ടോപ്പിക്സ് ഫോർ 30 minutes ഡെയിലി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പേപ്പർ 2 മാത്രമല്ല ഉള്ളത് അല്ലേ, നമുക്ക് പേപ്പർ 1 കൂടി ഉണ്ട്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു പേപ്പർ 1 കൂടെ നിങ്ങൾ 30 minutes പഠിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങൾ പേപ്പർ 2 വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മന്ത് 2. സെക്കൻഡ് മന്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ആ ഒരു ഹൈ പ്രയോറിറ്റി ഏരിയാസ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? യൂണിറ്റ് 3 and യൂണിറ്റ് 4 അല്ലേ, അതായത് 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അമേരിക്കൻ ആൻഡ് വേൾഡ് ലിറ്ററേച്ചറും, ഈ 2 ടോപ്പിക്സ് ഹൈ പ്രയോറിറ്റി ഏരിയാസിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് 2 നിങ്ങൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് മന്തിലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളവിടെ ഇവിടെ നിങ്ങൾ ഈ ഒരു 3rd and 4th യൂണിറ്റ്സ് കവർ ചെയ്യും. അതേസമയം അതിന് പാരലലായി തന്നെ നമ്മൾ ആ ഏറ്റവും ഹൈ സ്കോറിംഗ് ആണ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട് അല്ലേ, യൂണിറ്റ് 6, അത് നിങ്ങളവിടെ കവർ ചെയ്യണം. ഓക്കെ, സോ ലിറ്റററി തിയറി ഇൻ ഫുൾ ഹൈയസ്റ്റ് സ്കോറിംഗ് യൂണിറ്റ് ആണ്, അത് നമുക്ക് പാരലലായി കൊണ്ടുപോയേ പറ്റൂ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു യൂണിറ്റ് 6 പഠിക്കാനായിട്ട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ആണ് നമ്മളവിടെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. തിയറി നെയിം എഴുതുക, തിയറിസ്റ്റ് പേര് എഴുതുക, കീ ടേം എഴുതുക. ഓക്കെ, അങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് നിങ്ങൾ വീണ്ടും പഠിക്കുക. ഓക്കെ, ടേക്ക് 1 full topic wise mock test at end of each week. ഓരോ ആഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ആഴ്ചയുടെ അവസാനം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ്, ഫുൾ ടോപ്പിക് മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിക്ക് ചെയ്ത് നോക്കണം. ഇവിടെ 50 ആയിരുന്നു MCQs എന്നുണ്ടെങ്കിൽ ഇവിടെ 75 MCQസിൻ്റെ എണ്ണം കൂട്ടണം. ഓക്കെ, സോ ഇവിടെ 75 MCQs ഡെയിലി മിക്സിംഗ് ഓൾ യൂണിറ്റ് സ്റ്റഡി സോ ഫാർ, അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി 3rd month ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ്സ് സീ. അവിടെ യൂണിറ്റ് 5 ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 3rd monthൽ. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സും ELTയും ആണ് അവിടെ നമ്മൾ 2 ആഴ്ചകൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഓക്കെ, നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചകൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. സോ അത് നിങ്ങളവിടെ പഠിക്കും. ഓക്കെ, ഇനി ഫൈനൽ 2 weeks നിങ്ങൾ എന്ത് ചെയ്യും? ഫുൾ റിവിഷൻ ഓൺലി. ഓക്കെ, പുതിയതായിട്ട് നിങ്ങളൊന്നും വായിക്കുന്നില്ല, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ആൻഡ് യു നീഡ് ടു അറ്റൻഡ് 3 full മോക്ക് പേപ്പേഴ്സ്. ഓക്കെ, അപ്പം 150 questions വീതമുള്ള
ഏതാണ്ട് 150 ഇല്ലെങ്കിൽ 120ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും ഉള്ള 3 ഫുൾ മോക്ക് പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, 150 എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ടൈം മാനേജ് ചെയ്യാനായിട്ടാണ്. അപ്പം 150 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 120 എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 60 മിനിറ്റ്സിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നൗ റീഡ് യുവർ ഷോർട്ട് നോട്ട്സ് ഡെയിലി ഫോർ ദ ലാസ്റ്റ് 10 days. ഓക്കെ, എക്സാമിന് 10 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം. ഓക്കെ, ആൻഡ് റിവൈസ് വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈഡ് ഫ്രം മോക്ക് ടെസ്റ്റ് മിസ്റ്റേക്സ്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുമല്ലോ, അത് ഏത് ഏരിയാസിലാണ് മിസ്റ്റേക്സ് വന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് വീണ്ടും പഠിച്ചെടുത്ത് നിങ്ങൾ സെറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് MCQs ഇഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യം നിങ്ങൾ 50 MCQs പ്രാക്ടീസ് ചെയ്യണം, പിന്നെ പറഞ്ഞു 75 ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓൾവേസ് യൂസ് ഒഫീഷ്യൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ MCQs സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഓൾറെഡി അല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ലാസ്റ്റ് 5 to 10 years ഓഫ് കേരള സെറ്റ് ഇംഗ്ലീഷ് പേപ്പേഴ്സ് ആയ ബെസ്റ്റ് റിസോഴ്സ്. ഓക്കെ, അതായത് കഴിഞ്ഞ 5 മുതൽ 10 വർഷങ്ങൾ വരെ ഉണ്ടായിരുന്ന വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ഹൗ ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആൻഡ് വാട്ട് ഡിഫിക്കൽട്ടി ലെവൽ ദ ക്വസ്റ്റ്യൻസ് ആർ എന്നുള്ളതൊക്കെ. ഓക്കെ, നൗ പ്രാക്ടീസ് ടോപ്പിക് വൈസ് ഫസ്റ്റ്. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് ആണ്, പിന്നെ നിങ്ങൾ ഫുൾ മിക്സ്ഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യം ടോപ്പിക് വൈസ് ചെയ്ത് നോക്കുക, പിന്നീട് മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ മാർക്ക് യുവർ റോങ് ആൻസേഴ്സ് ആൻഡ് റീവിസിറ്റ് ദം വീക്ക്ലി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് റോങ് ആൻസേഴ്സ് ഏതൊക്കെയാണ് വന്നതെന്നുള്ളത് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും റീവിസിറ്റ് ചെയ്ത് അത് എവിടെയാണ് തെറ്റ് വന്നേ, എന്താണ് ശരിയായ ആൻസർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു എറർ ലോഗ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ടൈം യുവർ സെൽഫ് സ്ട്രിക്ട്ലി, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് ടു ക്ലിയർ ദിസ് എക്സാം. ഓക്കെ, സോ 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് എന്നുള്ള രീതിക്ക് എടുത്താലാണ് 60 ക്വസ്റ്റ്യൻസ് നമുക്ക് 60 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പേസ് സെറ്റ് ചെയ്യുക, ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ, അതുപോലെ നെവർ സ്കിപ്പ് എ ക്വസ്റ്റ്യൻ ഇൻ പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെറ്റിന് നമുക്കറിയാം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അല്ലേ, സോ വി നീഡ് ടു ആൻസർ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ട്രെയിൻ ദ ഹാബിറ്റ് ഓഫ് എലിമിനേറ്റിംഗ് ഓപ്ഷൻസ് ആൻഡ് മേക്കിംഗ് എ ബെസ്റ്റ് ഗെസ്. ഓക്കെ, റൈറ്റ്. ഇനി എക്സാം ഡേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം അതുകൂടി അറിയണമല്ലോ അല്ലേ. പറയുമ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയണമല്ലോ. സോ എക്സാം ഡേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അറ്റംപ്റ്റ് ഓൾ 120 ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം നമ്മുടെ പേപ്പർ 2 അല്ലേ, അതായത് ഇംഗ്ലീഷിൻ്റെ സെറ്റിൻ്റെ പേപ്പർ 2-ൽ നമുക്ക് 120 ചോദ്യങ്ങളാണുള്ളത്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ 0 റിസ്ക് ഇൻ ഗെസ്സിങ് എവറി അൺആൻസർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ഗെസ് നടത്തുക കേട്ടോ, ഏതെങ്കിലും പോയിട്ട് ആൻസർ ചെയ്ത് വെക്കരുത്. ഗോ ഫോർ എഡ്യൂക്കേറ്റഡ് ഗെസ്. ഓക്കെ, ആൻഡ് എലിമിനേറ്റിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യാം. ഓക്കെ, അതുപോലെ ടൈം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. റോങ് ഓപ്ഷൻസ് സ്മാർട്ട് ഗെസ്സസ് യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കുക, 2 പേപ്പേഴ്സിനും അല്ലേ, പേപ്പർ 1-നും പേപ്പർ 2-നും സെപ്പറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പേപ്പർ നന്നായിട്ട് ചെയ്തു, ഒരു പേപ്പർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു ക്വാളിഫൈ ഫോർ ദി എക്സാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പേപ്പർ 1 പേപ്പർ 2 നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ പേപ്പർ 1 ഫോക്കസ് ചെയ്യുക. ഓക്കെ, 2-ലും നമുക്ക് കട്ട് ഓഫ് കടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഇനി സ്മാർട്ട് റിവിഷൻ ചെയ്യണം നിങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഈ സ്മാർട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളത് കൂടി ഞാനൊന്ന് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ ടെക്നീക്സ് ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ ഡൂയിങ് സ്മാർട്ട് റിവിഷൻ. എന്തൊക്കെയാണത്? ഷോർട്ട് നോട്ട് ഷീറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് വേണം? നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഫോർ ഈച്ച് ഓതർ ആളുടെ പേര് എഴുതുക, പീരീഡ് എഴുതുക, മേജർ വർക്ക് എഴുതുക, ഏത് ജോണറിലാണ് അത് വരുന്നതെന്നുള്ളത് എഴുതുക, അതുപോലെ 1 കീ തീം എഴുതുക, അതുപോലെ ഒരു സിംഗിൾ ലൈനിൽ വരുന്ന കീ തീം കേട്ടോ. അതുപോലെ ഇതിനെയാണ് ഈ ഷോർട്ട് നോട്ട്സ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള
ഷോർട്ട് നോട്ട് ഷീറ്റ്സ് ഉണ്ടാക്കിയുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവസാന മിനിറ്റിൽ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ രണ്ടാമത്തേത് ഫ്ലാഷ് കാർഡ് മെത്തേഡ് ഫോർ തിയറി ആണ്. ഇപ്പോൾ തിയറി പഠിക്കുന്ന സമയത്ത് ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഫ്രണ്ട് പോർഷനിൽ തിയറി നെയിം കൊടുക്കുക, ബാക്ക് പോർഷനിൽ തിയറിസ്റ്റിൻ്റെ പേരും കീ ടേമും 1 ലൈൻ ഡെഫിനിഷനും കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡെറിഡ, ഓക്കെ, നോ ഫിക്സ്ഡ് മീനിങ് ഇൻ എ ടെക്സ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു 1 ലൈൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തിയറിക്ക് ഒരു കാർഡ് എന്നുള്ള രീതിക്ക് യൂണിറ്റ് 6 വരുന്ന എല്ലാ ലൈക്ക് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്കത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ പീരീഡ് ടൈം ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സിംഗിൾ ടൈം ലൈൻ വരയ്ക്കുക. ഓക്കെ, അതായത് ഒരു സിംഗിൾ ടൈം ലൈൻ ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ. നമ്മുടെ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് തൊട്ടാണ്. സോ അത് തൊട്ട് 21st സെഞ്ച്വറി വരെ വരുന്ന ഒറ്റൊരു സിംഗിൾ ടൈം ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പ്ലേസ് 5 to 6 കീ ഓത്തേഴ്സ് പെർ പീരീഡ്. ഓരോ പീരീഡിലും 5 മുതൽ 6 വരെയുള്ള കീ ഓത്തേഴ്സിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ആക്ച്വലി ഒരു വിഷ്വൽ മാപ്പായിട്ട് ഫങ്ഷൻ ചെയ്യും. അത് നമുക്ക് ലൈക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലൈക്ക് വൈസ് എറർ ലോഗ്സ്, MCQസിന് എറർ ലോഗ്സ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എവിടെയൊക്കെ നമുക്ക് തെറ്റ് വരുന്നു അത് നോട്ട് ചെയ്യുക, അത് റീവിസിറ്റ് ചെയ്യുക, ഒന്നുകൂടെ ഓക്കെ ആക്കുക. ഓക്കെ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് സോർട്ട് ചെയ്യുക, അത് നിങ്ങൾ എറർ ലോഗിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് 10 days റൂൾ എന്ന് പറയുന്നത് പുതിയ മെറ്റീരിയൽസ് ഒന്നും വായിക്കാതിരിക്കുക. ഓക്കെ, റിവൈസ് ചെയ്യുക. നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ്, എറർ ലോഗ്, അതുപോലെ ഒരു പ്രീവിയസ് ഇയർ പേപ്പർ പെർ ഡേ. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ലാസ്റ്റ് 10 days ചെയ്യാനുള്ളത്. നോ ന്യൂ മെറ്റീരിയൽസ് അറ്റ് ഓൾ. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് സ്റ്റഡി ഫോർ വേൾഡ് ലിറ്ററേച്ചർ. വേൾഡ് ലിറ്ററേച്ചറിൽ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് സ്റ്റഡി തന്നെയായിരിക്കും. സോ ലൈക്ക് ആഫ്രിക്കൻ, കരീബിയൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങളൊരു പാർട്ട്ണറിനെ വെച്ച് ഓക്കെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ള രീതിക്ക് ചെയ്യുക. സോ ദാറ്റ് അല്ലെങ്കിൽ ഒരു ക്വിസ് ഫോമാറ്റിലോട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗവും ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ആസ് ബിഗിനേഴ്സ് അല്ലേ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, 6ഓളം മിസ്റ്റേക്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് റീഡിങ് എവറിത്തിങ് ബട്ട് പ്രാക്ടീസിങ് നോ MCQs. ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങളെല്ലാം വായിക്കുന്നു, പഠിച്ചു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, പക്ഷേ MCQs പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ എത്ര തന്നെ പഠിച്ചാലും നമുക്കത് റീറ്റെൻഷൻ ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ MCQs നമ്മൾ സോൾവ് ചെയ്യണം. സോ തിയറി റീഡിംഗ് വിതൗട്ട് MCQ പ്രാക്ടീസ് ഗിവ്സ് ഫാൾസ് കോൺഫിഡൻസ്. ഓക്കെ, സോ സ്റ്റാർട്ട് സോൾവിങ് പ്രീവിയസ് പേപ്പേഴ്സ് ഫ്രം week 1 itself. ഓക്കെ, അതുപോലെ ഇഗ്നോറിങ് പേപ്പർ 1 എൻറ്റയർലി. ഒരിക്കലും അത് ചെയ്യരുത്. പേപ്പർ 2നെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ 1. ഓക്കെ, സോ രണ്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ്സ് ഉള്ളത് കൊണ്ട് രണ്ടിലും ലൈക്ക് കട്ട് ഓഫ്സ് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇനി ട്രൈങ് ടു റീഡ് എവറി ഓതേഴ്സ് ഫുൾ വർക്ക്സ് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് അല്ലേ. അതായത് ഓതറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ വർക്ക്സ് നമ്മൾ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. സെറ്റ് ടെസ്റ്റ് നെയിംസ്, ടൈറ്റിൽസ്, തീംസ് ആൻഡ് മൂവ്മെൻറ്റ്സ്, നോട്ട് പ്ലോട്ട് സമ്മറീസ്. ഓക്കെ, സോ ഫോക്കസ് ഓൺ ഫാക്ട്സ്, നോട്ട് ഫുൾ റീഡിങ്സ്. ഒരിക്കലും ഫുൾ റീഡിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഈ നെയിംസും ടൈറ്റിൽസും തീംസും മൂവ്മെൻറ്റ്സും ഒക്കെയാണ് നമ്മൾ കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ സ്കിപ്പിംഗ് യൂണിറ്റ് 6. ഓക്കെ, ലിറ്റററി തിയറി എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഞാനത് വിട്ടു എന്നുള്ള ആ ഒരു പരിപാടി വേണ്ട. ഓക്കെ, അത് ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ദിസ് ഇസ് ദ സിംഗിൾ ഹയസ്റ്റ് സ്കോറിംഗ് യൂണിറ്റ്. ഓക്കെ, ഈവൻ 2 weeks ഓഫ് ഫോക്കസ് സ്റ്റഡി ഹിയർ ക്യാൻ ആഡ് 15 to 20 marks. ഓക്കെ, അപ്പോൾ 2 ആഴ്ചകൾ കൊണ്ട് ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു യൂണിറ്റാണത്. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, നൗ കം സ്റ്റാർട്ടിംഗ് ന്യൂ മെറ്റീരിയൽ ഇൻ ദ ലാസ്റ്റ് 2 weeks. ആസ് ഐ ഓൾറെഡി സെഡ്, ഒരിക്കലും അവസാനത്തെ എക്സാം വരുന്നതിന് 2 ആഴ്ച മുന്നേ ഉള്ള സമയം അതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. ഒരിക്കലും പുതിയ മെറ്റീരിയൽ നോക്കാതിരിക്കുക. ഓക്കെ, ലൈക്ക് വൈസ് ദ ലാസ്റ്റ് വൺ, ലീവിങ് ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ഓൺ എക്സാം ഡേ. ഓക്കെ, നമുക്കറിയാം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേറ്റഡ് ഗെസ് നടത്താൻ പറ്റിയ ഒരു എക്സാമാണിത്. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, എല്ലാം ആൻസർ ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ 2 റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഇൻഫർമേഷണൽ. സോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 2 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. വിൽ ഗിവ് യു വിൽ റിപ്ലൈ, റെസ്പോണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ബെനിഫിഷ്യൽ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻറ്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.